ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വിഷു എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വിഷുവിൻ്റെ ചെറിയ പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളുള്ളതിപ്പോൾ കൊടിക്കുന്ന് അജുവ, നമ്മുടെ ഷെഫീഖിൻ്റെ അജുവയുടെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ വന്ന് നമ്മൾ അവൻ ഫ്രൂട്ട്സ് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് പടക്ക ഐറ്റംസുകളൊക്കെ നമുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും എൻ്റെ ശ്രീകുട്ടനും നമ്മുടെ ശ്രാവണനും ഉണ്ട് കൂടെ. അപ്പോൾ പലതരത്തിലുള്ള ഐറ്റംസുകൾ, ഇപ്പോൾ സലീകുമാർ പറയും പോലെ പടക്കങ്ങൾ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്ന് പറയും പോലെ പടക്കം എന്നും നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് ചെറുപ്പം മുതൽ. അപ്പോൾ എല്ലാ ഐറ്റംസുകളും പുതിയതായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ വെറൈറ്റി സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുള്ളിൽ പടക്കത്തിൻ്റെ ഷെഫീക്ക് അവിടെ നമുക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഫ്രൂട്ട്സ് കൊടുക്കണം, അതിനുള്ളൊരു പടക്കം കൊടുക്കണം, അതിൻ്റെ ക്യാഷ് നോക്കണം, ഒക്കെ ആകെ തിരക്കാണ്. അതിനുള്ളിൽ ആളുകൾ കുറവുണ്ടാവുള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് വരില്ല, തിരക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ അതാ കൂടെ ശ്രീകുട്ടനും ഷെഫീഖും ഉണ്ട്. ഇവിടെ താഴെ നമ്മുടെ ശ്രാവൺ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സുകളായിട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ആപ്പിള്, പേരയ്ക്ക, പിന്നെ അനാറ്, മുസമ്പി, പിന്നെ മുന്തിരികൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ഞങ്ങൾ 2 വീട്ടിലേക്ക് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കാര്യങ്ങളും വാങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം വേണ്ടത് കണിക്കൊന്ന പൊട്ടിക്കാനുള്ള വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ പൊട്ടിച്ചു പോയി. അപ്പോൾ ലാസ്റ്റിക്കാണ് മുകളിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തോട്ടി കൊണ്ട് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീകുട്ടൻ നമ്മളിതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ശ്രീകുട്ടൻ എൻ്റെ ചെറിയച്ഛൻ്റെ മകനാണ്. ശ്രീകുട്ടൻ ഇതാ കണിക്കൊന്നയായിട്ട് എന്താണ് ശ്രാവണ നിപ്പ്. അപ്പോൾ എല്ലാത്തിനും മുമ്പിലാണ് ആൾ. പടക്കം പൊട്ടിക്കണം എന്നിട്ട് ആൾ പറയാം. പക്ഷേ പടക്കം ആൾക്ക് പേടിയാണ്. പടക്കത്തിൻ്റെ ഇത് കത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾ ചെവി കുത്തിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടുന്ന ആളാണ്. പിന്നെ ഞാനും പൊട്ടിക്കുന്ന വേണ്ടി, അതായത് നമ്മളെ കണിക്കൊന്ന പൊട്ടിക്കാൻ വേണ്ടി ഏർപ്പെട്ടിരുന്നു. കണിക്കൊന്ന പൊട്ടിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ പറയാം, ഞാൻ മുട്ട കഴിച്ചപ്പോൾ എനിക്ക് കണിക്കൊന്ന തൊടാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ പിന്നെ ഇത് വിഷുവിൻ്റെ തലേദിവസമാണല്ലോ. അപ്പോൾ തലേദിവസം വാങ്ങിയ പടക്കങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ചെറിയച്ഛൻ്റെ വീട്ടിൽ ശ്രീകുട്ടൻ ടെസ്റ്ററാണ്. അപ്പോൾ അവൻ അതേപോലെ ഓരോരോ വാങ്ങിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുകളിൽ പോയിട്ട് പൊട്ടി. ഇതിനിടയിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പല വീഡിയോസും ഞാൻ ഇതിലിട്ടിട്ടില്ല. അപ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി പോകുന്ന തരത്തിലുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെ അത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് പിന്നെ ഇതാ ഒരു മേശപ്പൂ പോലത്തെ സാധനം മുകളിലേക്ക് പൊങ്ങിയിട്ട് പെട്ടെന്നായിരുന്നു അത് പൊട്ടിയത്. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ അപ്പം തന്നെ ഷെഫീഖിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഷെഫീഖ് പറഞ്ഞത് അത് അങ്ങനെ രണ്ട് ഷോട്ടായിട്ടാണ്. സാധാരണ മേശപ്പൂ ചില സമയത്ത് മേശപ്പൂ നല്ല ചക്രം ഇതൊക്കെ പൊട്ടാറുണ്ട്. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണി കാണാൻ വേണ്ടി എഴുതിട്ടു. ഏകദേശം ഒരു 4:30-4:45 സമയത്താണ് അമ്മ ഒന്ന് വിളിച്ചു. ഞങ്ങളിതാ കണി കണ്ടു. എല്ലാത്തരം ഫ്രൂട്ട്സ് സംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാത്തരം ഫ്രൂട്ട്സുകളും കാര്യങ്ങളും കണിക്കൊന്ന, മഞ്ചാടി, വെറ്റിലടയ്ക്ക, ഗോൾഡ്, വെള്ളരി, അങ്ങനെയുള്ള ഒരുവിധം നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ശ്രാവണനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാണ്. ഉറക്കത്തുനിന്ന് എണീക്കാൻ പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എണീറ്റിട്ടാണ്. സാധാരണ 8 മണി 9 മണിയൊക്കെ ആവും സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്ത് എണീക്കുമ്പോൾ. ഇത് പടക്കം എന്ന് പറഞ്ഞാൽ തന്നെ ആൾ ചാടി നീറ്റു. പിന്നെ നമ്മുടെ ചക്കുട് പാവേനെ കണി കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ നീറ്റ് കറക്റ്റ് ടൈമിൽ, ഞങ്ങൾ നീറ്റ് ടൈമിൽ തന്നെ അവൻ കറക്റ്റായിട്ട് എണീറ്റ് വന്ന് നല്ല ചൂട് വീടിനകത്ത് നല്ല ചൂടായ കാരണം ഉടുപ്പൊന്നും ഇടിച്ച് നടന്നില്ല. എല്ലാവരും ട്രൗസറിലേക്കായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കണി കണ്ടു. രണ്ടാളെയും ഒരുമിച്ച് പിടിച്ചിരുത്തി എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പല സമയങ്ങളിൽ ഒറ്റയ്ക്ക് കണി കണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് മക്കളെ ഒപ്പം ഇരുത്തിയിട്ട് കണി കണ്ട ഒരു സന്തോഷം
എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നീട് നമ്മളിതാ നമ്മുടെ കലാപരിപാടികളിലേക്ക് കിടന്നു. എല്ലാ സാധനങ്ങളും നിരത്തി പേടിച്ചുകൊണ്ട് ശ്രാവണതാ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളതാണ് എന്ന് പറയുന്നത്. പേടിച്ചിട്ടാണ് പൊട്ടോ എന്നുള്ള പേടിയാണ്. പിന്നെ ഓരോരോ ശ്രമങ്ങൾ കേട്ടോ, ഓരോരോ സംഭവം എനിക്കും ഈ പറഞ്ഞ പോലെ കുട്ടിയെ കളിയാക്കിയാലും എനിക്കും പേഴ്സണലി എനിക്ക് നല്ല പേടിയാണ്. അതായത് ഇപ്പോൾ മേശപ്പൂവായാലും ലേറ്റായാലും ഇതൊക്കെ കയ്യിലിടുന്ന് പൊട്ടിയിട്ടുള്ള അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് എനിക്കും ഇതിൽ പേടിയുള്ളത്. കാര്യം മേശപ്പൂവൊക്കെ പലതവണ പൊട്ടിയിട്ടുണ്ട്. നിലച്ചക്രം നിലത്ത് ഇറങ്ങുന്ന അതും പലതവണ പൊട്ടിയിട്ടുണ്ട്. ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ പടക്കം പിന്നെ നമുക്കറിയാമല്ലോ, ഓൾറെഡി നമുക്ക് പടക്കം പൊട്ടുന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടിയും ശ്രാവണവും ഇത് ഇങ്ങനെ കയ്യിൽ വെച്ച് കത്തിക്കുന്ന സമയത്ത് എനിക്കും പേഴ്സണലി പേടിയുണ്ടായിരുന്നു, ഉള്ളിൽ പേടിയുണ്ടായിരുന്നു പൊട്ടുമോ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മളത് പുറത്ത് കാണിക്കാതെ അവനെ ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യിച്ചു വരുന്നു. അത് പൊട്ടില്ലടാ. അതാ ഇപ്പോൾ കത്തിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ. ഈ ഒരു വിഷുവിന് ആദ്യമായിട്ട് കാണുന്നത് ഈ സെൽഫി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫോട്ടോ, ഒരു ക്യാമറയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിനെ കത്തിച്ച് ഇതേപോലെ ഉണ്ട് ഫ്ലാഷ് ഇങ്ങനെ അടിഞ്ഞ് കുറേ നേരം ഒന്ന് ഫ്ലാഷ് അടിഞ്ഞുകൊണ്ടേയിരിക്കും. നല്ലൊരു അനുഭവമായിരുന്നു ഇത് കത്തിക്കുന്ന സമയത്ത്. ഒരു 2-3 വാങ്ങിയിരുന്നത്. അത് കുറച്ച് നേരം ഒന്ന് കത്തും. നമുക്ക് ആരായാലും ഒന്ന് നോക്കിയെന്നാൽ നമുക്ക് കണ്ണിന് ഒക്കെ ഭയങ്കര കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പക്ഷെ എന്താ വെച്ചാൽ നല്ല രസമായിരുന്നു. പുറത്തുനിന്നൊക്കെ അപ്പുറത്തെ അടുത്ത വീടുകളിലൊക്കെ കാണുന്നവർ ആദ്യം വിചാരിച്ചു മേശപ്പൂവാണെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചെന്തത് ഇങ്ങനെ കിടന്ന് മിന്നുന്നു വിചാരിച്ചു. വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു എന്തായാലും. അപ്പോഴേക്കും നേരം കുറച്ച് വെളുത്തു. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് ചെന്നോണ്ട് ശ്രീകുട്ടൻ കലാപരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അവിടെ ഇത് കണ്ടോ, ഇപ്പോൾ നിലച്ചക്കരം കത്തിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിക്കാതെ അതൊരൊറ്റ പൊട്ടലാണ്. അത് നോക്കി നോക്കുക കണ്ടോ പൊട്ടി. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് നമ്മുടെ അടുക്കളയിൽ വന്നതാ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള, നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറുള്ള വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള നാളികേരം ചിരകി. അപ്പോഴേക്കും അവിടെ അരി റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് വേവിച്ചു. അത് അമ്മ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരത്തി പ്ലേറ്റിലൊക്കെ പരത്തി ഇലയിലൊക്കെ പരത്തി കഴിഞ്ഞാൽ അതിങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കഴിക്കുക. അതിലേക്ക് നമ്മൾ ഉള്ളി, ജീരകം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതിന് മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ നമ്മൾ ഒരു വിഷുവിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ പരത്തി അത് ഒന്ന് ഉണങ്ങണം. അതായത് ആ ഒരു ഈർപ്പം ഉണ്ടാവും. ഈർപ്പം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചതുരത്തിൽ ഇങ്ങനെ എടുക്കാൻ കിട്ടുന്നുണ്ട്. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ കാസറോളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഇതിനൊപ്പം കൂട്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇവിടെ അച്ഛൻ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. ആ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് നമ്മളതിൽ കഴിക്കുക. അപ്പോൾ ഞാനിതങ്ങനെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് അങ്ങനെ ഇലയിലേക്ക് എടുത്ത് തേങ്ങാപ്പാലിലേക്ക് മെല്ലെ ഒഴിച്ച് ഞാൻ കഴിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഓരോ സ്പൂണായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. അത് നമ്മളിങ്ങനെ കൂട്ടി വായിലിങ്ങനെ വെച്ച് ആഹാ എന്താ ടേസ്റ്റിട്ടാ. ആ നാളികേരപ്പാലിൻ്റെ ആ ഒരു മധുരവും ആ വിഷുക്കട്ടയുടെ രുചി എന്താ ടേസ്റ്റ്. പിന്നെ വിഷുവിന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ വൈകിട്ടുള്ള പരിപാടി കേട്ടോ. വൈകിട്ട് വീണ്ടും നമ്മുടെ പർച്ചേസ് ചെയ്ത വിഷു ഐറ്റംസുകളൊക്കെ വീണ്ടും ശ്രാവണിനെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള പരിപാടിയിലാണ്. പലതും നമ്മൾ പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഞാനും ഉള്ളിൽ പേടിച്ചിട്ടാണ് ഈ ലൈറ്റൊക്കെ കത്തിക്കുന്നത്. ഈ ലൈറ്റൊക്കെയും പൊട്ടുന്നുള്ളത് എനിക്കറിയാം, പല സമയത്തും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടടക്കം ഞാൻ ടെൻഷൻ ഇപ്പോഴും ഉണ്ടാവും പൊട്ടി പല സമയത്തും ഇത് പൊട്ടുന്നുണ്ട്. ആ പൊട്ടുന്നത് അത് വളരെ ശ്രദ്ധിക്കണം.
പിന്നെ ഇത് പ്രാവശ്യം വാങ്ങിയിട്ടുള്ള ഇതാണ് ഒരു വള്ളി പോലെ കിടക്കുന്ന ഒരു സംഭവം. ഇത് ഭയങ്കര രസമാണ്. ഇത് പൊട്ടുന്നില്ല. അത് നമുക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. എന്തായാലും കളിക്കുമ്പോൾ തീയാണ്, തീയിനോട് കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കേട്ടോ, ഞാൻ കുഞ്ഞി, അതായത് ശ്രുതി, പിന്നെ ശ്രാവൺ, ഞങ്ങൾ മൂന്നാലും കൂടി മത്സരിച്ച് കത്തിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ വെച്ചാൽ എത്രയും പെട്ടെന്ന് സംഭവങ്ങളൊക്കെ തീർക്കുക എന്നുള്ളൊരു നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. എത്രയും പെട്ടെന്ന് തീർക്കുക. ഇതും ഈ പറഞ്ഞ പോലെ മേശപ്പൂവാണ്. പിന്നെ നമ്മൾ ലൈറ്റുകളും കമ്പിത്തിരി, പൂത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് അടിച്ച് വിടാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് എല്ലാവരും വേഗം തീർക്കാൻ, അച്ഛനാണെങ്കിൽ തിരക്ക് കൂട്ടുന്നുണ്ട്, വേഗം തീർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ തീർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പേടിച്ചിട്ട് ഓടില്ല കേട്ടോ. ഞാൻ വീഡിയോ ആ മുകളിലേക്ക് പോകുന്നത് വീഡിയോയിൽ കിട്ടണം എന്നുള്ളതുകൊണ്ട് ക്യാമറ അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഓടിയെടുക്കാൻ ഓടിയതാണ്. പിന്നെ ലൈറ്റുകളൊക്കെ പിന്നെ അത് ഒരു പ്രാവശ്യം പൊട്ടിയപ്പോൾ പിന്നെ ലൈറ്റുകളൊക്കെ പിന്നെ ഞാൻ പഴയ മേശപ്പൂ കത്തിച്ചതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പലതവണ ആ നടുവിൽ വെച്ചിട്ടുള്ള 2-3 തവണ വീണു ഞാൻ. പിന്നെ അത് അവിടെ നിന്ന് കത്തട്ടെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ വിഷുദിന ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു മാലപ്പിടക്കത്തോടു കൂടി ഈ വിഷു ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.